അസ്സലാമു അലൈക്കും ചങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം പോകും. അപ്പോൾ എവിടെ നിൽക്കണമെന്ന് മനസ്സിലായി കാണണം. എനിക്ക് അറിയാം. കാരണം നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം നിന്നത് ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ നിന്ന് ഒരു പുതിയ വീട്ടിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മളെ വീട് ഏതാണെന്നും എവിടെയാണുള്ളതും വീടിൻ്റെ ഉൾവശം ഒക്കെ അങ്ങനെ കാണിച്ചു തരാം. ഇത് നമുക്ക് റൂമിക്ക് വന്നൊരു പുതിയ അതിഥിയാണ്. വെൽക്കം ചെയ്യൂ. ഒരു അതിഥിയെ എങ്ങനെ വെൽക്കം വേണ്ടി ചായ എടുത്തു കൊടുക്ക്. ഷൂര് അതിഥി ഇതാ റൂക്കറിന്റെ അടുത്ത അതിഥി. അതിഥിക്ക് ഭയങ്കര നാളാണ്. ഇങ്ങനെ നമ്മളെ ഹാളായിട്ട് വരുന്ന സംഗതി കണ്ടോ. ഇവിടെ ഒരു ചെറിയൊരു മറ്റേ ഇതുപോലെ ഉണ്ട്, എന്ത് കട്ടില് പോലെ ഉണ്ട്. ഒന്നും സാധനം ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഒക്കെ ആക്കി ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ AC സെറ്റ്. പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആറിടാനുള്ള സൗകര്യം എവിടെ ഇല്ല. ആറിടാനുള്ള സൗകര്യം കുറവാണ്. അങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ടേബിള് അതുപോലെ കസേര ഇങ്ങനത്തെ തീമൊക്കെയാണ് കൂടുതലും ആറിട്ട് നമ്മളിങ്ങനെ തൂക്കി ഇങ്ങനെ വരുന്നത്. ആൻഡ് ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. ഇത് ഞാൻ കിടക്കുന്ന റൂമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കിടക്കുന്നത് ചെക്കനെ ഭയങ്കര മടിയാണ്. ഈ ലൈറ്റ് ഇവിടെ ഓണമല്ലോ. ഞാൻ ഇവിടെ പോയി സ്വിച്ച് ഇട്ട് വരാം. ഇത് ഞാൻ കിടക്കണ ബെഡ്. ഇവിടെ ഞാൻ കിടന്നുറങ്ങണത്. ഇതിന് സ്വിച്ച് ഈ വട്ടം മാത്രം ഇവിടെ നിന്നു കണ്ടോ. ഈ റൂം ആണ് മക്കളെ ഞാൻ കിടക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെ 1 2 3 കുറച്ച് ആൾക്കാരുണ്ട് കിടക്കുന്നത് കണ്ടോ. ഈ റൂമിലാണ്. അല്ല ജലാലു ജലാലിന് ഭയങ്കര മടിയാണ് വീഡിയോയിലാണ്. നമുക്ക് എന്തായാലും കാണിക്കും വേണം. ഞാൻ വരുന്ന വീഡിയോയിൽ എന്തായാലും ഇത് വരും കേട്ടോ. ഇങ്ങനെ മടിയാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ എടുക്കും, അതിലൊക്കെ നീ വരും. എൻ്റെ തുണിയൊക്കെ ഊരി ആകപ്പാടെ. ഇവിടെ അതുപോലെ തന്നെ കാര്യങ്ങളും ഉണ്ടോ. ഞാൻ ആറിട്ടിക്കണേ. പറയൂ. അതിന് ഞാൻ എന്താ ന്യൂഡിറ്റി ഒന്നും ആരും എടുക്കണില്ലല്ലോ, ഒരു വീഡിയോ അല്ല, ആർക്കും ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്താ പിന്നെ ഇവിടെ റൂം വരുന്നുണ്ട്. ഇവിടെ റൂമിൽ കണ്ടോ ഒരു കട്ടിൽ, ബെഡ്, പിന്നെ ഇതവിടെ ഒരു അൽമാര, ഇവിടെ ഒരു ബാത്റൂം. ഇതിലാളുണ്ട്. ഭയങ്കര വലിയ സോങ്ങൊക്കെ ഇട്ടിട്ട് ഇത് ഹരി തന്നെ ഉറപ്പാണ്. സോങ് കേട്ടവർ ഉറപ്പിക്കാൻ നമുക്ക് വരുന്നതാണ്. പിന്നെ വേറൊരു റൂം വരുന്നുണ്ട്. അത് ആ ഒരു ഭാഗത്താണ്. അടുക്കള കാണിക്കാൻ ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ഇന്നർവെന്ന് നിൽക്കണേ. അപ്പം നമ്മളെ വന്ന ഭാഗത്താണ് അടുക്കള ഉള്ളത്. അപ്പം ആദ്യം നമുക്ക് ഇവിടെ റൂം കൂടി കാണിക്കാം. ഇത് ഒരു AC റൂമാണ് കണ്ടോ. ഇതൊരു AC റൂമാണ്. ഇത് AC ഉണ്ടോ. ACൻ്റെ ഫാനും ഉണ്ട്, AC ഉണ്ട്. AC റൂമാണ്. ഇവിടെ ഒരു അൽമാര നമുക്ക് വരുന്നുണ്ട്. ഈ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ലൈറ്റൊക്കെ കണ്ടിട്ട് ബാത്റൂം ഉണ്ടോ. അത്യാവശ്യം നല്ല ക്ലീനിങ് വൃത്തിയൊക്കെ ഉള്ള നല്ല ബാത്റൂം കേട്ടോ. ഔട്ട് ഫാൻ ഉണ്ട്, ടോയ്ലറ്റ് ആൻഡ് വാഷ് ബേസ്. ഒരു കുട്ടി ബാത്റൂം ആണെങ്കിലും സെറ്റാണ്. ഓക്കെ. പിന്നെ ഈ റൂമിൽ നിന്ന് സൈഡിലേക്ക് ഒരു ചെറിയ റൂം കൂടെ ഉണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ആരും യൂസ് ചെയ്യലില്ല. ഇവിടെ സാധനം തന്നെയാണ്, പെട്ടിയും സാധനമൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തൂക്കിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ചെറിയ റൂം. ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജനാലിന് ഇങ്ങനെ ഔട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗം കാണാം ഫുള്ളായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി വരുന്ന വഴിയാണിത്. മെയിൻ റോഡിൽ നിന്നും കയറി അവിടുന്ന് ഒരു സബ് റോഡുണ്ട്, അവിടുന്ന് കയറിയിട്ട് ഇവിടെ ഉള്ളോട്ടേക്ക് വന്നാൽ പേരക്കെത്തി. നമ്മൾ മുകളിലാണ് നിൽക്കുന്നത്. ഒരു വീട് തന്നെയാണ്, അപ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല, ഒരു വീട് സെറ്റപ്പ് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ അതിന് മുകളിലത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഡോറടച്ച് പൂട്ടി അതിൻ്റെ ഉള്ളിൽ എല്ലാം ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ്. ഞാനാകെ ക്യാമറ ഓണാക്കുമ്പോൾ എല്ലാവർക്കും പേടിയുള്ളൂ. ഞാൻ ഇനി അടുക്കള കാണിച്ചു തരാം. അടുക്കള ഇവിടെ ഒരു ബാത്റൂം കൂടെ ഉണ്ട്. അത് കണ്ടില്ലല്ലോ. ഇവിടെ കുറച്ചും കൂടി വലുപ്പമുള്ള ബാത്റൂം ഉണ്ടോ. കുറച്ച് വലുപ്പമുള്ള ബാത്റൂം പറഞ്ഞതാണ്. കുറച്ച് നീളമുണ്ട് മാത്രം, വേറെ പ്രത്യേകത ഒന്നും ഞാൻ കണ്ടില്ല. ഇത് നല്ല അത്യാവശ്യം നല്ല ക്ലീൻ. നമുക്ക് കൈ കിട്ടുമ്പോൾ നല്ല ക്ലീനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വലിയ വിഷയമല്ല. ഞാൻ അടുക്കളയ്ക്ക് ഇത് നമ്മുടെ അടുക്കള മക്കളെ അടുക്കള
ഓക്കെ ലൈറ്റ് ഇട്ടല്ല. ലൈറ്റിൻ്റെ അവിടെ ഷോക്കൊക്കെ ചെറുതായിട്ട് ചിലപ്പോൾ അടിച്ചിരുന്നു. അത് റെഡി ആക്കിയിരിക്കണേ ഏകദേശം. ഫിൽട്ടർ ആൻഡ് സ്റ്റാൻഡ് ഇതൊക്കെ ഇവിടെ ആദ്യം ഉള്ളതാണ്. സ്റ്റാൻഡ് പിന്നെ കുറച്ച് പ്ലേറ്റ്സും അങ്ങനെയൊക്കെ ഇവിടെ ആദ്യം കിട്ടിയാണ് നമുക്ക്. കൊട്ടത്തലെന്ന് പറയുന്നത് എന്താ പറഞ്ഞൂടാ. പിന്നെ വേസ്റ്റ് ഇടാളത് ഡസ്റ്റ്ബിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ട്. സ്റ്റൗവും ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ കുറച്ച് ഒരു വൃത്തികേടുണ്ട്, കുറച്ചൊരു വൃത്തികേട് സംഗതിയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഒപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ഞങ്ങളെ പ്രൊഡക്റ്റുകളാണ്, ഞങ്ങൾ ഇറക്കിയ ഓരോന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മുട്ട അതുപോലെ ഇത് ഓവൻ, ഇത് ഓവനാണ് ഈ സാധനം ഓവൻ. പിന്നെ ഇതൊക്കെ ഇത് ഇവിടെ ഉള്ളതാണ് സംശയമാണ്. ഇത് ഫ്രിഡ്ജ്. ഓക്കെ ഫ്രിഡ്ജ് വർക്കിംഗ് ആണ്. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ചിക്കൻ ഉണ്ട് കണ്ടോ. ഈ 2 പാക്ക് ഉണ്ടോ, ഇതെൻ്റെ ചിക്കനാണ്. ഞാൻ നാട്ടുന്നുണ്ട്, ഹാഫ് വേവാക്കി നാട്ടുന്നുണ്ട്. ഇത് അടിയിലൊന്നുമില്ല, അടിയിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ അടിഭാഗത്തും വല്ലാതെ ഒന്നുമില്ല, എന്ത് ഓണാക്കിയിട്ടിരിക്കാം. ഇവിടെ ഇത് ഫുഡ് വേസ്റ്റിൻ്റെ സംഗതി. അടിയിൽ സംഗതികൾ കബോർഡും സംഗതികളൊക്കെ ഉണ്ട്. അവിടെ പൊളിഞ്ഞുണ്ട് അങ്ങനെ. ഇതൊക്കെ കബോർഡാണ്. ഇതിൻ്റെ അടിയിലൊക്കെ കയറ്റം. ഇതിൻ്റെ അടിയിലാണ് ഗ്യാസും കുറ്റി വരുന്നത്. ഗ്യാസ് കുറ്റി കുഞ്ഞാപ്പി ചെറുതുമാണ് പൂടുന്നത്. ഇപ്പോൾ ഓല് വെച്ച ഗ്യാസ് ഇതിനുള്ളിലും വേറെ കുറ്റി കണ്ടിട്ടുണ്ടല്ലോ. ഈ ചെറിയ ഗ്യാസ് കണ്ടോ, ഇത് ഇവരെ ആദ്യം യൂസ് ചെയ്തോല് ബാക്കിയുള്ള ഗ്യാസിലാണ്. ഞങ്ങളിപ്പോൾ റണ്ണിങ് ആയിരിക്കണം, ബാക്കിയുള്ള ഗ്യാസിലാണ്. ഇവിടുന്ന് അടുക്കള ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ വന്നാൽ ഈ ഒരു ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ ഇതിപ്പോൾ ചത്തു. വാഷിംഗ് മെഷീൻ ചത്തിട്ടുണ്ട്. ഇവിടെ ഏരിയ ഇവിടെ നിറച്ചും കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുടിച്ച കുപ്പി. അതൊക്കെ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഇതാണ് ഇവിടെ ഒഴിഞ്ഞ 2 കുറ്റിയാണ് ഇവിടെ കാണുന്നത്. എന്തോ ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ആരും ഇത് കടന്നലിട്ടണോ, കുത്തിട്ടിയാൽ മതി വാപ്പ. എന്നിട്ട് ഓപ്പൺ ആക്കിയാൽ ഇത് സ്കൂൾ ഏരിയയാണ്. അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഞാൻ തുനിയുന്നില്ല. ഇത് സ്കൂള് കൂട്ടിയിട്ടുണ്ടാവും, എന്നാലും സ്കൂളിൽ അത് കാണുന്ന സ്കൂളാണ്. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സംഗതിയാണത് കണ്ടോ. ഓക്കെ സ്കൂളിൻ്റെ ഏരിയയാണ് അവിടെ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കച്ചറി കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല ക്ലീനാക്കി കൊണ്ടുവരണം. ഇങ്ങനെ ട്രൈ ചെയ്ത് കൊണ്ടുവരണം നമ്മൾ. ഓക്കെ ഇനി നമുക്ക് പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോവാം. ഉണ്ടല്ലോ ഞാൻ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോവാം. ലൈറ്റ് ഓഫ് ആക്കണം, എല്ലാ ലൈറ്റും ഫാനൊക്കെ ഓഫാക്കി. നമുക്ക് കുറച്ച് വൈദ്യുതി ലോപീകരിക്കണേ. പുറത്ത് പോകണം തന്നെയാണ് നമുക്ക് മേലെ പോയി കാണിച്ചത്. ഇത് കണ്ടോ, ഇത് ആദ്യം ഇവിടുത്തെ വേസ്റ്റ്, ഇവിടെ നിന്ന പോലെ വേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടോ. ആകെ അലമ്പാണ്, ചീഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പുറമാകെ ചീഞ്ഞ അലമ്പ. അതൊക്കെ ഡ്രസ്സ് ഇത് ഉണ്ടോ, തലേണ ഒക്കെ ഉണ്ട്. റൂമിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ വരും ഭാഗം കണ്ടോ. നമുക്ക് മേലേക്ക് അറിയാം, നമുക്ക് ബാൽക്കണി ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട് മുകളിലും. അതുകൊണ്ട് തന്നെ ബാൽക്കണി ഉണ്ട് മക്കള്. അപ്പം നമ്മൾ ബാൽക്കണിക്ക് ഇങ്ങനെ പോവാണ്. ബാൽക്കണിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടൊക്കെ അറിയില്ല, ഏതെങ്കിലും ടീംസ് ഉണ്ടാവേണ്ടതാണ്. ഉണ്ടോ ഉണ്ട ഇതാണ് ഫസ്റ്റ്. ഇവിടെ മറ്റേ സിമ്പിളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളെ ബാൽക്കണി. ഓക്കെ അവിടെ 3 ഉണ്ട്. ഈ ഇവിടെ അയിലും കാര്യങ്ങളുണ്ട്, പക്ഷേ വെള്ളത്തിൽ മഴ ആയതുകൊണ്ട് നമുക്ക് ആരിടാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. നമ്മളെ ഇവിടെ 3 ഇതോ നമ്മളെ വ്ളോഗിലേക്ക് സ്വാഗതം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിസാക്ക് പറയാനുള്ളത്? വേറെ വായി നോക്കിയിരിക്കണ്ടോ നിസബേ? ശരിയല്ല. ഈ അടുത്തെടുക്കുവോ? അവിടേക്ക് എടുക്കണ്ട, അവിടെ എനിക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് പെൺകുട്ടികളാണ് കളിക്കുന്നത്. ലോക്കസിൻ്റെയൊക്കെ തല്ലങ്ങ് ഞാൻ ഒറ്റയ്ക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതാണ് മുകൾ ഭാഗം. ഇതിൻ്റെ മുകളിൽ ടാങ്ക് ആയിരുന്നു കേട്ടോ. ടാങ്കും സംഗതിക്ക് ഓട്ടോ ഫില്ലഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ നിറയും, കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിറയണം മോട്ടർ. അങ്ങനെന്തോ ആണ് കണ്ടോ. മുകളിലത്തെ ഏരിയ അങ്ങനെ എങ്ങനെയുണ്ട്? ടെറസ് കൊള്ളാം അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ അയൽ കെട്ടിയിട്ട് നമുക്ക് ആറിടാവുന്നതാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാണ് മക്കളെ. മഴക്കാലമാകുമ്പോൾ അങ്ങനെ ഉണ്ടാ പറ്റില്ല. അപ്പം അങ്ങനെ സംഗതിയൊന്നും നമുക്ക് പറ്റില്ല. കണ്ടോ മുകൾ ഭാഗം, മുകളിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് എപ്പോഴും കാലാവസ്ഥ മാറാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാലാവസ്ഥ പെട്ടെന്ന് മാറും.
അപ്പോൾ പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇട്ടിട്ട് പലവലത്തും നനഞ്ഞ് പുതിർന്ന് ആകെ അപ്പോൾ ഇങ്ങനെ അലമ്പായിട്ടുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടും ഇടണം. മുകളിൽ സംഗതി ഇടുമ്പോൾ നോക്കിയും കണ്ട് ഇട്ടാൽ വിഷയമില്ല. നമുക്ക് അടിയിലേക്ക് ഇത് നോക്കാം. നമ്മൾ അടിഭാഗത്തും നമ്മുടെ ചെക്കന്മാരെ തന്നെ സത്യം പറഞ്ഞ് നിൽക്കാം. കണ്ടോ, വാണിംഗ് 24 hours CCTV ഓപ്പറേഷൻ. ആ ഓപ്പറേഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ചങ്ങന്മാർ. ഇത് നമ്മളെ ചങ്ങന്മാരെ തന്നെ ഇതിനുള്ളിൽ ബിൽക്കുൽ വ്ളോഗിൽ വരാൻ താല്പര്യമുണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഇതുവരെ ഇതിനുള്ളിൽ കയറിയിട്ടില്ല. നമ്മൾ അറിയുന്ന ആൾക്കാരനെ കുറച്ച് ആൾക്കാർ, എനിക്ക് വല്ലാതെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ ചെറുക്കിരിക്കണത് ഏതാല്ലേ നമുക്കത് എത്തിയുണ്ട്. ഇത് വേറെ ആളെ വണ്ടിയാണ്, ഇതൊക്കെ നമ്മളെ വണ്ടികളാണ്. ഇതും എൻ്റെതും ഈ ഒരു നീല്, ഇത് രണ്ടും നമ്മളെ വണ്ടികൾ. ബാക്കിയൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ ചെക്കന്മാരെ വണ്ടികളാണ്. ഇതാണ് പുറത്ത്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ അങ്ങനെ എടുക്കാൻ പാടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മളെ പുറം ഭാഗം വരുന്നത്. ഇവിടെ മുറ്റൊന്നുമില്ല, ചെറിയൊരു ഭാഗം. ഒരു കാറും ഉണ്ടെന്നാൽ കയറ്റിയിടാം. പിന്നെ സ്കൂട്ടറും ബൈക്കും അങ്ങനത്തെ സംഗതിയൊക്കെ നമ്മൾ കയറ്റാം. ഞാൻ പുറത്തുനിന്ന് വിഷ്വൽ കാണിച്ചാൽ ഈ ഒരു ഇതിൻ്റെ ഒരു ബിൽഡിങ് പോലെ തന്നെയാണ് സത്യമുള്ളത്. ഈ ഏരിയ അവിടെയൊക്കെ ഉണ്ട് മലയാളീസ് തന്നെയാണ് കുറച്ചൊക്കെ ഉണ്ടോ. ഇതിൻ്റെ മുകളിലത്തെ നിലയാണ് നമ്മളത് വരുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നില കണ്ടോ. ഈ ഒരു ഏരിയ നമ്മളത് ഇതും നമ്മുടെ ചെക്കന്മാർ തന്നെയാണ്, പക്ഷേ നമ്മളാണ് മുകളിലെടുത്തുള്ളത്. അങ്ങനെയുണ്ട്, കൊള്ളാവാ. ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതാണ് നമ്മളെ വീടിൻ്റെ ഇന്നത്തെ ബ്ലോഗ്. ഇതൊക്കെ ഉൾഭാഗം ഒക്കെ നമ്മൾ കാണിച്ചല്ലോ. അപ്പം ഈ ഒരു ഇതിൻ്റെ ഉൾഭാഗം എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മൾ വിശദമായിട്ട് ഇനി കുറേ ദിവസമുണ്ടല്ലോ, നമ്മളെല്ലാം നമ്മൾ കാണിച്ചിട്ടേ പോകുള്ളൂ. അപ്പം ഡെയിലി ഓരോ വ്ളോഗായിട്ടും വീഡിയോകളായിട്ടും ഷോർട്സായിട്ടൊക്കെ വരും ഇൻഷാല്ലാ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് വെച്ചോളിട്ടോ, മറക്കണ്ട കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ ബൈ.